കുഞ്ഞൂട്ടൻ്റെ കഥ തുടരുന്നു. നാട്ടിലെ അസന്മാർഗികൾക്കും തെമ്മാടികൾക്കുമൊപ്പം കുഞ്ഞൂട്ടനും അങ്ങനെ തുറങ്കിന് പുറത്തെത്തി. രാജാവിൻ്റെ മഹാമനസ്കതയ്ക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിനും മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു അവൻ. ആദ്യം ആ കൊച്ചു വീട്ടിൽ ചെന്ന് മാലാഖയെ കാണണം. പിന്നെ അച്ഛനെയും തൻ്റെ അനുസരണക്കേടിന് ഇരുപേരോടും മാപ്പിരക്കണം. ഇനിയെങ്കിലും അച്ഛന് താങ്ങും തണലുമായി വീട്ടിൽ തന്നെയുണ്ടാവണം. മറ്റു കുട്ടികളെപ്പോലെ പള്ളിക്കൂടത്തിൽ പോയി നന്നായി പഠിക്കണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുഞ്ഞൂട്ടൻ വേഗം നടന്നു. ഓടി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. കയ്യിലുണ്ടായിരുന്ന ആ സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടതൊന്നും അവനപ്പോൾ തെല്ലും ദുഃഖിച്ചില്ല. ഒരു സിൽക്കാരം കേട്ടാണ് അവൻ പെട്ടെന്ന് നിന്നത്. തലയുയർത്തി നിൽക്കുന്ന ഒരു പാമ്പാണ് തൊട്ടുമുന്നിൽ. അവൻ്റെ നെഞ്ചിൽ ഒരാളലുണ്ടായി. ഒരു പച്ചപ്പാമ്പ് അതിനെ പത്തി വിരിച്ച് നിൽക്കുകയാണ്. തീക്കട്ട പോലെ ചുവന്ന കണ്ണുകളായിരുന്നു അതിന്. അവനെ അമ്പരപ്പിച്ചുകൊണ്ട് അതിൻ്റെ വാലറ്റത്തു നിന്നും കട്ടിപ്പുക ഉയരുമിരുന്നു. കൽത്തുറങ്കിൽ നിന്നും തനിക്ക് മോചനം ലഭിച്ചത് പാമ്പിൻ്റെ വായിലാവാൻ വേണ്ടിയാണോ? അവൻ തിരിഞ്ഞു നടന്നു. കുറച്ച് അകലെയുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരുന്നു. കുറച്ചു കഴിഞ്ഞാൽ പാമ്പ് എങ്ങോട്ടെങ്കിലും ഇഴഞ്ഞു പോയേക്കും. എന്നിട്ട് യാത്ര തുടരുന്നതാണ് ഉചിതം. ക്ഷീണം കൊണ്ട് ആ ഇരിപ്പിൽ അവൻ കുറച്ചൊന്ന് മയങ്ങുകയും ചെയ്തു. ഉണർന്നപ്പോൾ നേരം വൈകി. പാമ്പ് പോയിട്ടുണ്ടാവുമെന്നും ചിന്തിച്ച് അവൻ പഴയ സ്ഥലത്തെത്തി. അപ്പോഴും പച്ചപ്പാമ്പ് അതേ കിടപ്പു തന്നെ. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയ കുഞ്ഞൂട്ടൻ ധൈര്യം സംഭരിച്ച് പാമ്പിനടുത്തേക്ക് ചെന്നു പറഞ്ഞു, പച്ചപ്പാമ്പേ, മാലാഖയും അച്ഛനെയും കാണാൻ തിടുക്കപ്പെട്ടു പോകുന്ന എൻ്റെ വഴിയിൽ കിടന്ന് തടസ്സമുണ്ടാക്കിയിട്ട് നിനക്കെന്ത് പ്രയോജനം? നീ ഒഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മാറിക്കിടന്നാൽ എനിക്ക് പോകാമായിരുന്നു. ഛേദമില്ലാത്ത ഒരു ഉപകാരമല്ലേ അത്? എന്നിട്ടും പാമ്പിന് ഒരനക്കവുമില്ല. അവൻ കുറച്ചുകൂടി അടുത്ത് ചെന്നു. തൻ്റെ ആവശ്യം ആവർത്തിച്ചിട്ടും ഫലമുണ്ടായില്ല. ഇനി പച്ചിലപ്പാമ്പ് ചത്തിട്ടുണ്ടാവുമോ? അതിൻ്റെ കണ്ണുകൾക്ക് പഴയ തീവ്രതയില്ല. ശരീരത്തിന് അത്ര കരുത്തും തോന്നുന്നില്ല. വാലറ്റത്തു നിന്നുള്ള പുകച്ചുരുളുകൾ നിന്നിരുന്നു. പച്ചപ്പാമ്പിൻ്റെ വഴുവഴുപ്പുള്ള ദേഹത്ത് അവനൊന്ന് തൊട്ടിട്ടും ഇല്ല. എന്തെങ്കിലും പ്രതികരണം? പാമ്പ് ചത്തെന്നുറപ്പാക്കാൻ ഇതിൽ പരം തെളിവുകളൊന്നും അവന് വേണ്ടിയിരുന്നില്ല. ഇനി ധൈര്യമായി പാമ്പിനെ ചാടിക്കടന്ന് തൻ്റെ പാട്ടിന് പോവാമെന്നും അവൻ ഉറപ്പിച്ചു. അതിനായി സർവശക്തിയുമെടുത്ത് അവൻ വായുവിലുയർന്നു. ഈ സമയം പച്ചപ്പാമ്പ് തൻ്റെ ശരീരം വളച്ചു ഒന്നുയർന്നു. ഞെട്ടിത്തരിച്ചുപോയി കുഞ്ഞൂട്ടൻ.